2134 കോടി രൂപ ചെലവിൽ 8 കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇരട്ട തുരങ്കം. 6 വളവുകളുള്ള പാതയിൽ ഓരോ 300 മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ ബന്ധിപ്പിക്കുന്ന പാത. ഒരു മഴപ്പെയ്ത്തിലും മണ്ണിടിച്ചിലിലും ഒറ്റപ്പെട്ടു പോകുന്ന വയനാട്ടുകാർക്ക് തുരങ്കപാത വലിയ ആശ്വാസമാകും. ചുരം റോഡിൽ ഗതാഗതക്കുരുക്കിൽപ്പെടുന്ന ചരക്ക് ലോറികൾക്ക് സുഗമമായ സഞ്ചാരവും സാധ്യമാകും. തുരങ്കപാത വരുന്നതോടെ വയനാട്, കോഴിക്കോട് ജില്ലകളിലെ യാത്രാദൈർഘ്യം ഗണ്യമായി കുറയും. 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിലെത്താം. വയനാട്ടിലെ കാർഷിക വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന പദ്ധതി വിഴിഞ്ഞം, വല്ലാർപാടം തുറമുഖങ്ങളെ ബംഗളൂരുവുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാന പാതയായി മാറും. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പ്രത്യേകത കൂടി പരിഗണിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ അവിടെ മാത്രം കണ്ടുവരുന്ന ബാണാസുര ചിലപ്പൻ എന്ന് പറഞ്ഞ പക്ഷിയെ സംബന്ധിച്ച്, അവിടെ ആനത്താരയുണ്ട്, ആനത്താര സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ച്, അവിടെ നമ്മുടെ ഈ ബോറിംഗ് നടക്കുന്ന ഘട്ടത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ കുറയ്ക്കുന്നത് സംബന്ധിച്ച്, അതുപോലെ തന്നെ ഈ വലിയ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ മണ്ണൊലിപ്പുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ നമ്മൾ ഡംപ് ചെയ്യുന്ന സാധനങ്ങളുടെ അതിൻ്റെ പ്രൊട്ടക്ഷൻ, അത് പുഴകളിലേക്ക് മറ്റ് ജലസ്രോതസ്സും മലിനമാകാത്ത കാര്യങ്ങളെ സംബന്ധിച്ച്, അങ്ങനെ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന കർശനമായ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് ഈ പദ്ധതിക്ക് ആവശ്യമായ പരിസ്ഥിതിയുടെ ഒരു അംഗീകാരം നമുക്ക് ലഭ്യമായിരിക്കും. വയനാട്ടിലേക്ക് ബദൽ പാതയെന്ന ആവശ്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പല കടമ്പകളിൽപ്പെട്ട് തട്ടി വീണ പദ്ധതിക്ക് ഒടുവിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അനുമതി നൽകിയതോടെയാണ് യാഥാർത്ഥ്യമാകുന്നത്. ഭോപ്പാൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദിലീപ് ബിൽഡ് കോണാണ് തുരങ്ക നിർമ്മാണം കരാർ ഏറ്റെടുത്തത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് മലയോര ജനത. ഇപ്പം ബാംഗ്ലൂർ ഒക്കെ പോകാൻ ഏറ്റവും എളുപ്പമാണ്. ഇപ്പം താമരശ്ശേരി ചുരത്തൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ ആ പ്രയാസത്തിന് ഒരു ബദൽ മാർഗമാണിത്. അതുപോലെ വയനാട്ടുകാർക്ക് ഏറ്റവും സുന്ദരമായിട്ട് അവർക്ക് ഏറ്റവും കോഴിക്കോട് മെഡിക്കൽ കോളേജ്, അതുപോലെ ഇവിടെ നമ്മുടെ കരിപ്പൂർ വിമാനത്താവളം, ഇവിടെയൊക്കെ എത്താൻ എത്രയോ കിലോമീറ്ററുകൾ, 10-30 കിലോമീറ്ററിനടുത്ത് അവർക്ക് ലാഭം കിട്ടും. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഇത് വരണമെന്നുള്ള. ഇവിടുത്തെയുള്ള ജനങ്ങൾ മുഴുവൻ പാർട്ടിക്ക്, രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് എല്ലാ പാർട്ടിക്കാരും ഇത് വരണമെന്നുള്ള ആഗ്രഹത്തിലാണ്. വൈകിട്ട് 4-ന് ആനക്കാമ്പുയിൽ സെന്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പദ്ധതിക്ക് തറക്കല്ലിടും. തുരങ്കപാത 4 വർഷം കൊണ്ട് പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.